ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ജൂതൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UPSC പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങളിൽ പലർക്കും ഉത്തരം പറയാൻ സാധിക്കില്ല എന്നെനിക്കറിയാം. ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് ബംഗ്ലാദേശിലെ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. നിങ്ങൾക്കറിയാം, BNP പാർട്ടി ഏകദേശം 3-2 ഭൂരിപക്ഷത്തോടെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിയാവുർ റഹ്മാന്റെ മകൻ പാരമ്പര്യമനുസരിച്ചിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയാകാനാണ് സാധ്യത. ഒരു പ്രവചനവും കൂടെ ഉണ്ട്, ഇപ്പോഴത്തെ അഡ്വൈസറെ അദ്ദേഹം ജയിലിൽ അടച്ചിരിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. കാര്യം അവിടുത്തെ പാരമ്പര്യവും കീഴ്വഴക്കങ്ങളും അങ്ങനെയാണ്. ഒന്നുകിൽ അയാൾ ഓടിപ്പോയിട്ട് ഏതെങ്കിലും രാജ്യത്ത് അഭയം പ്രാപിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലാണ്. വെടിവെച്ച് കൊല്ലുന്നതിനും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബംഗ്ലാദേശിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായ ഇന്ന് നമ്മൾ ബംഗ്ലാദേശിന്റെ ജനനത്തില് ഒരു ഇന്ത്യക്കാരനായ ജൂതന്റെ പങ്ക് എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജാക്ക് സിറാജ് റാഫേൽ ജാക്കബ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മിലിറ്ററി ഓഫീസർ ഉണ്ടാവും. അദ്ദേഹത്തെ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യത JFR ജേക്കബ് എന്നായിരുന്നു. ഞാനൊക്കെ സൈന്യത്തിൽ ചേർന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ പറ്റി കേട്ടപ്പോഴത്തേക്ക് ഈ ജേക്കബ് എന്നുള്ള പേരായപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇദ്ദേഹം ഒരു മലയാളി ആയിരിക്കുമെന്ന് വിചാരിച്ചു. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ ആ പേര് വരാം. അന്നത്തെ എൻ്റെ അറിവ് വെച്ചിട്ട് ഇദ്ദേഹം ഒരു ജൂതനാണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പ്രോമിനൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. 1921 മെയ് 2 ജനിച്ച JFR ജേക്കബ് ഒരു ഇറാഖി ജൂത കുടുംബത്തിലാണ് ജനനം കൊണ്ടത്. ബാഗ്ദാദി ജൂത കുടുംബമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യയിലെ കൽക്കട്ടയിൽ സെറ്റിലായതുകൊണ്ട്, അന്നത്തെ ആദ്യത്തെ കാലത്ത് നമ്മുടെ തലസ്ഥാനമായിരുന്നല്ലോ കൽക്കട്ട, അവിടെ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഏലിയാസ് ഇമ്മാനുവൽ എന്നാണ്. അദ്ദേഹം ആ സമയത്ത്, അദ്ദേഹം യുവാവായിരിക്കുന്ന സമയത്ത് 1940-കളിൽ ജൂതന്മാർക്കെതിരായിട്ടുള്ള ഹോളോകോസ്റ്റിലെ പറ്റി കേട്ട് അദ്ദേഹത്തിന്റെ രക്തം അങ്ങ് തിളച്ചു. കാര്യം ജൂതന്മാരോട് കാണിക്കുന്ന അനീതി എന്തുമാത്രമാണെന്ന് ഹിറ്റ്ലറിന്. അദ്ദേഹം 1-ാം ലോകമായ യുദ്ധമൊക്കെ നിങ്ങൾ കഴിഞ്ഞ സമയമാണ്. ഉടനെ അദ്ദേഹത്തിന്റെ പിതാവിന് സുഖമില്ലാതായതോട് പുള്ളിക്കാരൻ കർഷ്യാത്തിലുള്ള ഒരു പബ്ലിക് സ്കൂളിൽ പഠിച്ചു. പഠിത്തം കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരൻ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ എൻറോൾ ആവും. 36 വർഷം അദ്ദേഹം ഇന്ത്യൻ ആർമിയെ സേവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്. നമ്മൾ പറഞ്ഞു വന്നത്, അദ്ദേഹം 2-ാം ലോകമഹായുദ്ധത്തിലെ യുദ്ധം ചെയ്ത ആളാണ്. 65-ലെ പാകിസ്ഥാൻ യുദ്ധം കണ്ട ആളാണ്. അന്ന് അതിൽ വളരെ ആക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ്. 1971-ലെ അദ്ദേഹത്തിന്റെ ബംഗ്ലാദേശ്, നമ്മുടെ പാകിസ്ഥാന്റെ 2-ാം പാകിസ്ഥാൻ യുദ്ധം എന്നറിയപ്പെടുന്ന 71-ലെ യുദ്ധം, അതില് അദ്ദേഹത്തിന്റെ പങ്ക് വളരെ നിർണായകമാണ്. ഇദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ട്, ജാക്ക് എന്നുള്ള പേര് മാറ്റിയില്ല, ഫെഡറിക് റാഫേൽ എന്ന് മാറ്റി. സിറാജ് റാഫേൽ എന്നുള്ളത് ഫ്രെഡറിക് റാൽഫ് എന്നാക്കി. അപ്പം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റഫേൽ ഉണ്ടാകും കേട്ടോ. നമ്മൾ ഇന്ത്യൻ റഫേലുമായിട്ട് പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഫ്രഞ്ച് റഫേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനൊരു ജൂത കണക്ഷൻ ഉണ്ട്. ഇസ്രായേലി റഫേൽ മിസൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനൊരു ജൂത കണക്ഷൻ ഉണ്ട്. ഈ റഫേലിനും ഒരു ജൂത കണക്ഷൻ, ഈ റഫേലിനും ഒരു ജൂത കണക്ഷൻ മാത്രമുള്ള ജൂതൻ തന്നെയാണ് അദ്ദേഹം. 1942-ൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്യുകയാണ്. അദ്ദേഹത്തെ ആദ്യത്തെ പോസ്റ്റിംഗ് അദ്ദേഹത്തിന് ഇറാഖിലായിരുന്നു. അവിടുന്ന് അദ്ദേഹം കിഴക്കൻ ഭാഗത്ത് അദ്ദേഹം വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം പോയത് ടുണീഷ്യ, ബർമ, ജപ്പാൻ, സുമാട്ര എന്നീ സ്ഥലങ്ങളിലാണ് അദ്ദേഹം പല ഓപ്പറേഷനിലായിരുന്നു പോയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം
നാടായ ഇറാഖിലായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തുടക്കം ഇറാഖിൽ നിന്ന് തന്നെയാണ്. സുഹൃത്തുക്കളെ, അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരുപാട് യുദ്ധമുഖങ്ങൾ അദ്ദേഹം കണ്ടു. നമുക്കറിയാം 40 തൊട്ട് 50 വരെയുള്ള ആ ഒരു ദശകം യുദ്ധങ്ങളുടെ ദശകമായിരുന്നു. ലോകം മുഴുവൻ പല രാജ്യങ്ങളിൽ പല ഓപ്പറേഷൻസ് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ നടക്കും. എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ ചുറ്റിത്തിരിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെ ഇന്നത്തെ തലമുറ ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലേക്ക് എങ്ങനെ വരണ്ട എന്ന് പഠിക്കാനാണ് പോകുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഈ രാജ്യങ്ങളിലെല്ലാം വിവിധ ഓപ്പറേഷനുകളിൽ പങ്കെടുത്തു എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ആർമിയിലോ പാകിസ്ഥാൻ ആർമിയിലോ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഒരു ജൂതനാണെങ്കിലും എന്നും 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 ഇന്ത്യനായിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തതിനോട് അദ്ദേഹത്തിൻ്റെ പിതാവിന് യോജിപ്പില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞാണ് ഞാൻ എന്നും 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 ഇന്ത്യനായിരിക്കും. ആ വാക്ക് പാലിച്ചിട്ട് അദ്ദേഹം മറ്റ് ഓപ്പറേഷൻസ് എല്ലാം മറ്റ് ഓഫറുകളെല്ലാം നിരസിച്ച് അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ചേർന്നു എന്നുള്ളതാണ്. വിഭജനത്തിന് ശേഷം അദ്ദേഹം അമേരിക്കയിലും ബ്രിട്ടനിലും പ്രത്യേക ട്രെയിനിങ്ങിലോട്ട് പോയി. അദ്ദേഹം ഒരു ആർട്ടിലറി അല്ലെങ്കിൽ മിസൈൽ സ്പെഷ്യലിസ്റ്റായിട്ട് മാറി. 1965 രാജസ്ഥാനിൽ ഇൻഫൻട്രി കമാൻഡ് അദ്ദേഹം ഒരു ഇൻഫൻട്രി കമാൻഡ് ചെയ്തു. ആ സമയത്താണ് അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ മരുയുദ്ധമുറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കും. മിലിറ്ററി ഡെസേർട്ട് വാർഫെയർ ഓഫ് ഇന്ത്യ. അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ്. 1969 അദ്ദേഹം ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് ഈസ്റ്റേൺ കമാൻഡിൽ നിയമിതനായി. അദ്ദേഹത്തെ നിയമിച്ചത് വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ഫീൽഡ് മാർഷൽ സാം മനേക്ഷ. അദ്ദേഹത്തിൻ്റെ തൊട്ട് മുകളിൽ ജനറൽ ഓഫീസർ ഇൻ ചീഫ് ഈസ്റ്റേൺ കമാൻഡ് ആയിട്ടുള്ളത് ലോകപ്രശസ്തനായ JS അറോറ, ലഫ്റ്റനന്റ് ജനറൽ JS അറോറ. ഇവിടെ കടന്നു വരുന്ന ചില കഥാപാത്രങ്ങൾ നിങ്ങൾക്കെല്ലാം 71 യുദ്ധത്തോട് അനുബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഫീൽഡ് മാർഷൽ സാം മനേക്ഷ, പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച JS അറോറ, ആ സമയത്ത് പാകിസ്ഥാന്റെ ഈസ്റ്റേൺ കമാൻഡിന്റെ GOC ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ നിയാസ്. ഈ 1971 യുദ്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്തെന്ന് വെച്ചാൽ 1 കോടി അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്നും അല്ലെങ്കിൽ അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഇന്നത്തെ വെസ്റ്റ് ബംഗാളിലോട്ട് പലായനം ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അന്ന് ഇന്നത്തെ പോലുള്ള ആധുനിക വിമാനങ്ങളോ തീവണ്ടികളോ ഈവൻ നല്ല ബസ്സുകൾ പോലും ഇല്ലാതിരുന്ന സമയത്താണ് 1 കോടി ആൾക്കാർ ഇന്ത്യയിലേക്ക് തള്ളിക്കയറുന്നത്. അന്ന് ഇന്ത്യക്ക് യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിലുള്ള ബംഗാളി മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്ക് അവർക്ക് അഭയമായിട്ട് അന്നുണ്ടായിരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന അന്നത്തെ ഹിന്ദു രാഷ്ട്രമായിരുന്നു. ഈ കോടിക്കണക്കിന് ആൾക്കാരുടെ അഭയാർത്ഥി പ്രവാഹം തടയണമെങ്കിൽ നമുക്ക് പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ഈസ്റ്റ് പാകിസ്ഥാനായ ബംഗ്ലാദേശിനെ മോചിപ്പിക്കേണ്ട ഒരാവശ്യമുണ്ടായി. ബംഗ്ലാദേശിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല നമ്മൾ ആ യുദ്ധം ചെയ്തത്. നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ അഭയാർത്ഥികളിൽ നിന്ന് രക്ഷിക്കേണ്ട കർത്തവ്യം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ 1971 യുദ്ധത്തിലോട്ട് നമ്മൾ കടന്നത്. GOC ആയിട്ടുള്ള ജനറൽ ഓഫീസർ ഇൻ ചീഫ് ആയിട്ടുള്ള JS അറോറയുടെ കീഴിൽ തൊട്ട് താഴെ
സ്റ്റാഫായിട്ടുണ്ടായിരുന്നത് JFR ജേക്കബ് എന്ന് പറയുന്ന മേജർ ജനറലായിരുന്നു. അന്ന് അസാധ്യമെന്ന് ഇന്ത്യൻ ആർമിയിലെ പല സീനിയർ ഉദ്യോഗസ്ഥന്മാരും വിചാരിച്ചിരുന്ന ഒരു കാര്യം, അതായത് ഈസ്റ്റ് പാകിസ്ഥാനെ ഒന്നോടെ കൈയടക്കുക, അവരുടെ തലസ്ഥാനമായിട്ടുള്ള ഡാക്ക അതേപടി കയ്യിലെടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ JFR ജേക്കബ് ചെയ്തത്. മറ്റെല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിയ ഒരു കാര്യം ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞ ധൈര്യത്തോടെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് കമൻഡേഷൻ കൊടുക്കുന്ന ആ ഒരു ഇന്ത്യൻ ആർമിയുടെ ഡോക്യുമെന്റിൽ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്, ഏറ്റവും സവിശേഷമായ യുദ്ധമുറകളുടെ തമ്പുരാനായിരുന്നു JFR ജേക്കബ്. പിന്നീട് അദ്ദേഹത്തെ പറ്റി അദ്ദേഹം കീഴടക്കിയ പരസ്യമായിട്ട് ഡാക്കയിൽ വെച്ച് ഒരു മൈതാനത്ത് വെച്ചാണ് അദ്ദേഹം അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാന്റെ ആർമിയുടെ ചീഫായിട്ടുള്ള ജനറൽ നിയാസിയെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതും അദ്ദേഹത്തെ കൊണ്ട് കീഴടങ്ങൽ രേഖയിൽ ഒപ്പുടിച്ചതും. ആ ഫോട്ടോ ചരിത്രമാണ്. എല്ലാ മിലിറ്ററി യൂണിറ്റുകളിലും ആ ഫോട്ടോ വളരെ പ്രാധാന്യത്തോടെ പല ചുവരുകളിലും പല കെട്ടിടങ്ങളിലും എല്ലായിടത്തും പ്രദർശിപ്പിക്കാറുണ്ട്. പാകിസ്ഥാനെതിരായിട്ടുള്ള ഇന്ത്യയുടെ വിജയം കൊണ്ട് വിജൃംഭിതമായ ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ഏതൊരു ഇന്ത്യൻ സൈനികന്റെയും രക്തം തിളയ്ക്കും. ഏത് യുദ്ധവും നേരിടാൻ അയാൾ തയ്യാറാണ്. അത്രയ്ക്ക് വളരെ സ്വാധീനമുള്ള ഒരു പടമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കുന്നത്. ആ JFR ജേക്കബ് ഉൾപ്പെടെയുള്ളവരുള്ള ആ സാന്നിധ്യത്തിൽ വെച്ച് ജനറൽ നിയാസി നമ്മുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ചീഫായിട്ടുള്ള JS അറോറയുടെ മുമ്പ് കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെക്കുന്നതാണ് ഈ കാണുന്ന ചിത്രം. നമുക്കറിയാം, ഇതിനകത്ത് ഉൾപ്പെട്ടവരെല്ലാം പല പല മതസ്ഥരാണെന്നുള്ളത്. അന്നത്തെ ചീഫായിട്ടുള്ളത് അന്നത്തെ ജനറൽ മനേക്ഷ ഒരു പാർസിയായിരുന്നു. ഇവരെ കീഴടക്കിയ JS അറോറ ഒരു സിഖുകാരനായിരുന്നു. കീഴടങ്ങലിന് പ്രേരിപ്പിച്ച JFR ജേക്കബ് ഒരു ജൂതനുമായിരുന്നു. ഹിന്ദുക്കളാരും അതിനകത്ത് ഈ പറഞ്ഞ റോളുകളിൽ വരുന്നില്ല. ഡാക്കയിൽ നിന്ന് നിയാസിയെ കീഴടങ്ങുകയും ഒറ്റയ്ക്കല്ല 92,000-ഓളം പാകിസ്ഥാൻ യുദ്ധ തടവുകാരായിട്ടുള്ള സൈനികർ ഉൾപ്പെടെയാണ് അന്ന് ഇന്ത്യക്ക് കീഴടങ്ങിയത്. പിന്നീട് ഈ ജനറൽ നിയാസി പറഞ്ഞത് JFR ജേക്കബ് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും പതിനായിരക്കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരെ ബോംബ് ചെയ്ത് കൊന്നുകളയുമെന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് അദ്ദേഹം കീഴടങ്ങൽ രേഖയിൽ ഒപ്പിടിച്ചതെന്നാണ് ജനറൽ നിയാസി JFR ജേക്കബിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വസ്തുതകളിലോട്ട് നമ്മൾ കടക്കുന്നില്ല. കാര്യം, ഒരു പഴഞ്ചൊല്ലുണ്ട്, യുദ്ധത്തിലും പ്രേമത്തിലും എല്ലാം ഫെയർ ആണെന്നുള്ളത്. എല്ലാം സത്യമാണ്, എല്ലാം ന്യായീകരിക്കത്തക്കതുമാണ്. അദ്ദേഹത്തെ ആ രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് യുദ്ധതന്ത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് കരുതേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പുതിയ പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് വരുന്ന ബംഗ്ലാദേശിൻ്റെ ജനനത്തിന് പിറകിൽ ഇന്ത്യയും ഇന്ത്യൻ പട്ടാളക്കാരും കൂടെ ഒരു ജൂതന്റെ കൈകളും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. ഇന്ത്യയിൽ ജൂതന്മാരുടെ എണ്ണം വളരെ കുറവാണ്. സൈന്യ സേവനത്തിന് വന്നവർ അതിനേക്കാൾ കുറവാണ്. ഇത്രയും ഉയർന്ന റാങ്കിലെത്തിയ ആൾക്കാർ വളരെ കുറവാണ്. അദ്ദേഹത്തെ പിന്നീട് വന്ന ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ്, പിന്നീട് വന്ന BJP ഗവൺമെൻറ് അദ്ദേഹത്തെ ഗോവയുടെയും പഞ്ചാബിൻ്റെയും ഗവർണറായിട്ട് നിയമിക്കുകയും 2016 അദ്ദേഹം ഈ രാജ്യത്തോട് വിട പറയുകയും ചെയ്തു. തികച്ചും വീരോചിതമായ യുദ്ധ തന്ത്രങ്ങളുടെ, യുദ്ധത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ, വിജയത്തിൻ്റെ ആസൂത്രണത്തിൻ്റെ തമ്പുരാനായിരുന്നു JFR ജേക്കബ്. ആ ദേശസ്നേഹിക്ക് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. നന്ദി, നമസ്കാരം.